നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി. തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള പത്രിക തള്ളി. TMC പത്രികയിൽ സാങ്കേതിക പ്രശ്നമെന്ന് വരണാധികാരി. UDFിലെ ഭിന്നത സംബന്ധിച്ച വാർത്തകൾക്കെതിരെ കോൺഗ്രസ്. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ വില പോകില്ലെന്ന് നേതാക്കൾ. സിൽവർ ലൈനിന് ബദലായി ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത് ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ കാണും. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനം. കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തും. ഭാഷാ വിവാദത്തിൽ നടൻ കമൽഹാസൻ മാപ്പ് പറയണമെന്ന് കർണാടക ഹൈക്കോടതി. എന്തടിസ്ഥാനത്തിലാണ് ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയതെന്നും ഖേദപ്രകടനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കോടതി. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്നും കമലിന് ഈഗോ എന്നും കോടതി. മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. പരിശോധന കർശനമാക്കിയ ആരോഗ്യവകുപ്പ്. പനി ബാധിച്ചവർ ആന്റിജൻ ടെസ്റ്റ് നടത്തണം. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ്. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കാനും നിർദ്ദേശം. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിച്ചു. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയവയിൽ പരിഷ്കാരം. ഉപ്പുമാവിന് പകരം മുട്ട ബിരിയാണി, പുലാവ് എന്നിവയാക്കും. സംസ്ഥാനത്ത് ഇനി മുതൽ ഏകീകൃത ഭക്ഷണ മെനു. IPL 18ാം സീസണിൽ ഇന്ന് കലാശപ്പോര്. പുതിയ ജേതാക്കളെ കാത്ത് ക്രിക്കറ്റ് പ്രേമികൾ. ബംഗളൂരു പഞ്ചാബ് പോരാട്ടം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. നിലമ്പൂരിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോത്തുകല്ല് പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം നിലമ്പൂർ നഗരത്തിലും തുടരുകയാണ്. അതിനിടെ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇനി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വർഷയുണ്ട് വിവരങ്ങളുമായി. വർഷ, ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാകും ഇരു മുന്നണികളും. ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ കൂടി കളം നിറഞ്ഞ് കളിക്കുന്നതോടെ നിലവിലെ ഒരു മത്സരരംഗം ഒപ്പം പ്രചരണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അതെ, തീർച്ചയായും ഇനി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രചരണ പരിപാടി ശക്തമാക്കിക്കൊണ്ട് മുന്നണികളെല്ലാം രംഗത്തെത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ഇന്ന് നിലമ്പൂർ നഗരത്തിലാണ് പ്രചരണം നടത്തിയത്. LDF UDF സ്ഥാനാർത്ഥികൾ പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. പര്യടനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് അൻവറിനെ അല്പസമയമെങ്കിലും പ്രതിസന്ധിയിലാക്കിയ ഈ സംഭവം ഉണ്ടായത്. അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള നാമനിർദ്ദേശ പത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. പകരം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇതുവരെ PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ താൻ മത്സരിക്കുമെന്നായിരുന്നു. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുമ്പോൾ അത് എത്രമാത്രം ഈ വോട്ടുകളെ സ്വാധീനിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് 25,000 വോട്ടുകൾ കിട്ടും, അതിൽ കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ടുകൾ അങ്ങോട്ട് പോകുമോ എന്നുള്ളതാണ് ഇരു മുന്നണികളെ സംബന്ധിച്ച് ഇനി ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അതേസമയം അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ലെന്നാണ് UDF നേതാക്കൾ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ്. അൻവറിന് മുമ്പിലുള്ള വാതിലുകൾ അടച്ചു കഴിഞ്ഞു. ഇനി അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അൻവർ ഒരു വിഷയമേ അല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. LDF ഉം UDF ഉം തമ്മിലുള്ള
രാഷ്ട്രീയ മത്സരമാണ് ഈ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നാണ് UDFന്റെ നേതാക്കൾ പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് LDF നേതാക്കളും പ്രതികരിച്ചത്. പക്ഷേ LDF നേതാക്കൾ അൻവറിനെതിരെയുള്ള അൻവറിനെ കുറിച്ച് യാതൊന്നും പറയാൻ പോലും തയ്യാറാകുന്നത് അവർക്കത് വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുകയാണ് LDF. NDAയും അതേപോലെ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് നേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികൾ. ഈ അവസാന നിമിഷവും ഓരോ നിമിഷവും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. അതിനുള്ള പ്രചരണ പരിപാടികളാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറും പ്രചരണത്തിൽ സജീവമായുണ്ട്. വർഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ സ്വതന്ത്രനായ ഒരു പത്രിക കൂടി സമർപ്പിച്ചിരുന്നുവെന്ന് PV അൻവർ. തൃണമൂൽ പട്ടിക തള്ളിയതിനാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അൻവർ പെരിന്തൽമണ്ണയിൽ പറഞ്ഞു. ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITCയുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITCയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുക, തള്ളി എന്നാണ് വാർത്ത. AITC കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ AITCയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയില് ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. അൻവറിന്റെ കാര്യത്തിൽ ഇനി പ്രതികരണം വേണ്ടെന്നാണ് തീരുമാനമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ അൻവർ ഘടകമാണെന്ന് വിശ്വസിക്കുന്നില്ല. അൻവറുമായി ഇനിയൊരു ചർച്ചയും നടത്തില്ല. ജനങ്ങളുമായാണ് ചർച്ച. സൂക്ഷ്മ പരിശോധനയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിയത് അവരുടെ മാത്രം കാര്യം. അത് UDFനെ ബാധിക്കുന്ന കാര്യമല്ലെന്നും രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ പറഞ്ഞു. PV അൻവറിനെ കുറിച്ച് UDF ചിന്തിക്കുന്നില്ലെന്നും 19-ാം തീയതി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമാണ് UDFന്റെ ലക്ഷ്യമെന്നും K മുരളീധരൻ. നിലമ്പൂരിൽ 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷം നേടും. മുഖ്യമന്ത്രിക്കെതിരായ KC വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെ മരുമകൻ ഒഴികെ മറ്റാരും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനെത്തിയില്ല. MA ബേബിയും MV ഗോവിന്ദനും പോലും പ്രതിരോധിച്ചില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപിഴയല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. സംഘപരിവാറിന്റെ ഭാഷയിൽ മലപ്പുറത്തെ വിമർശിച്ച വെള്ളാപ്പള്ളിയെ പിന്തുണച്ച ഏക നേതാവാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി മതേതര സമൂഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി. രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണ് KC വേണുഗോപാൽ എന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. ഒന്ന്, മലപ്പുറത്ത് നിന്നും 150 കിലോ സ്വർണവും 123 കോടി രൂപയും 5 വർഷത്തിനുള്ളിൽ പിടിച്ചുവെന്നും ഈ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പരാമർശം മലപ്പുറം ജില്ലയെയും ഒരു സമൂഹത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും BJPയും സംഘപരിവാറും കാലങ്ങളായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവിനെ അടിവരയിടുന്നതുമായിരുന്നു. അദ്ദേഹം ഒരു നാക്കുപിഴയിൽ അത് പറഞ്ഞതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. UDF കൺവെൻഷനിൽ KC വേണുഗോപാൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ CPMന് കഴിഞ്ഞില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. CPM നേതാക്കൾ മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം മലപ്പുറം മറക്കില്ല. വേണുഗോപാലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും സണ്ണി ജോസഫ് നിലമ്പൂരിൽ പ്രതികരിച്ചു. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒഴിവാക്കാനാകാത്ത പരിപാടി ഉണ്ടായിരുന്നതിനാലാണ് UDF കൺവെൻഷനിൽ പങ്കെടുക്കാത്തതെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ്. ഇന്ന് പ്രചരണ ജാഥക്ക് വരാം. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചമച്ചതാണ്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഒരു CPM നേതാവ് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകിയത്. ഡൽഹിയിലെ തന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ലീഗാണ്. ഭരണമാറ്റത്തിന്റെ
കേളികൊട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച സർക്കാർ. മുട്ട ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തിയാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. 2 ദിവസം വീതം നൽകിയിരുന്ന മുട്ടയും പാലും 3 ദിവസമാക്കി. ആദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പാക്കുന്നത്. ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖു എന്ന കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എവിടെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും ആവശ്യപ്പെട്ട ശംഖു എന്ന അങ്കണവാടിക്കാരന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ തരംഗമായപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ഇക്കാര്യത്തിൽ അന്ന് തന്നെ ഉറപ്പും നൽകിയിരുന്നു. പത്തനംതിട്ടയിൽ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കവേ പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പുറത്തിറക്കി. പുതിയ മെനുവിൽ മുട്ട ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തി. 2 ദിവസം കൊടുത്തിരുന്ന മുട്ടയും പാലും 3 ദിവസമാക്കി ഉയർത്തി. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ച് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി. പോഷക മാനദണ്ഡ പ്രകാരമാണ് മെനു പരിഷ്കരിച്ചത്. അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അവന് ബിരിയാണിയും കോഴിക്കാരും വേണമെന്നാണ്, കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ്. അവന്റെ അങ്കണവാടി തന്നെ ആ മോന് കൊടുത്തു. ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട്. അപ്പൊ നമുക്കൊരു മാംസാഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അങ്കണവാടി പ്രവർത്തകർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത്. ആദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. നിലവിൽ 4000-ലേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തും കോവിഡ് കേസുകളുടെ എണ്ണം കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. രാജ്യത്ത് 4026 കോവിഡ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 65 കേസുകൾ. 5 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 19 പേർ രോഗമുക്തരായി. ആക്റ്റീവ് കേസുകൾ 1416 കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ഒരാളാണ് മരിച്ചത്. ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന 80കാരനാണ് മരിച്ചത്. പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. COVID-19 ഇൻഫ്ലുവൻസ രോഗമുള്ളവർക്ക് അപായ ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ഫലം നെഗറ്റീവാണെങ്കിൽ RT-PCR പരിശോധന നടത്തണം. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ആശുപത്രികളിൽ എല്ലാവരും മാസ്ക് ധരിക്കണം. ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തണം. എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ബി അശോകിനെ കഴിഞ്ഞ ജനുവരിയിലാണ് തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി സർക്കാർ മാറ്റി നിയമിച്ചത്. എന്നാൽ IAS കേഡറിന് പുറത്ത് നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതപത്രം വാങ്ങണമെന്ന സർവീസ് ചട്ടം പാലിക്കാതെയായിരുന്നു സ്ഥലം മാറ്റം. ഇതിനെതിരെ ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നിയമ ഉത്തരവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബി അശോക് കൃഷിവകുപ്പിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ബി അശോകിന്റെ ഹർജിയിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ കമ്പനിയിൽ പരിശോധന നടത്തിയെന്ന് വിജിലൻസ് SP S ശശിധരൻ. ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചെന്നും വിശദമായ പരിശോധന തുടരുമെന്നും SP കൊച്ചിയിൽ പറഞ്ഞു. താനെയിലെ ബോറ കമ്മോഡിറ്റീസിലാണ് പരിശോധന നടന്നത്. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇല്ല, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അത് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ. സത്യത്തിൽ ഏത് കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലേ?
ആ കമ്പനിക്ക് പോയിട്ടുണ്ടെന്നല്ലേ, അത് പോയിട്ടുണ്ടെന്നല്ലേ. അല്ല, അതൊരു ചെറിയ സ്ഥാപനമാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, അത് അന്വേഷിച്ച് വരികയാണ്, അത് അന്വേഷിക്കട്ടെ. അത് പിന്നെ അവിടെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതൊരു ഷെൽ കമ്പനിയാണ്, ഒരു ചെറിയൊരു റൂം കമ്പനിയാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് കരാർ കമ്പനി അനുമതിയില്ലാതെ മണ്ണെടുപ്പ് നടത്തിയത് 2 ഏക്കർ 80 സെന്റ് സ്ഥലത്തിൽ നിന്നെന്ന് കണ്ടെത്തൽ. തഹസിൽദാറുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഡിജിറ്റൽ സർവേയിലാണ് കണ്ടെത്തൽ. സർവേ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കരാർ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ കരാർ കമ്പനി മണ്ണെടുപ്പ് നടത്തിയ പെരിയ ചാലിങ്കാലിൽ ഇന്നുച്ചയോടെ താലൂക്ക് സർവേയർ അജന്തകുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി. 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് 9 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടുള്ളത് ഡിജിറ്റൽ സർവേയിൽ വ്യക്തമായി. വെള്ളക്കെട്ടിന് മുകളിൽ 9 മീറ്റർ ആഴം കണ്ടെത്തിയതിനാൽ ഇവിടെ മണ്ണെടുത്തുണ്ടായ ആഴത്തിന്റെ അളവ് ഇതിലും കൂടുതലായിരിക്കുമെന്ന് സർവേ സംഘം അറിയിച്ചു. തടാകത്തിന് സമാനമായ രീതിയിൽ വെള്ളം നിറഞ്ഞ് പ്രദേശത്തെ വീടുകളിലേക്കടക്കം ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ചാണ് മണ്ണെടുപ്പ് നടത്തിയതെന്നും ഈ മേഖലയിൽ കരാർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും സ്ഥലത്തെത്തിയ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പറഞ്ഞു. ആ നിർമ്മാണത്തിന് വേണ്ടി മാത്രമല്ല, മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി ഇവിടുത്തെ മണ്ണ് കച്ചവടം ചെയ്ത് മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഉദ്യോഗസ്ഥന്മാര് അതിൽ നിന്ന് പണം സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം. അതുകൊണ്ട് ഭൂപ്രകൃതിയെ ആകെ അട്ടിമറിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഈ മണ്ണെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും കണ്ണ് വെട്ടിച്ച് നടത്തിയിട്ടുള്ള ഈ മണ്ണെടുപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കുന്നത് വരെ പഞ്ചായത്ത് അതിന് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഇനി മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഒരു പ്രവർത്തനവും ഈ മേഖലയിൽ നടത്താൻ അനുവദിക്കില്ല. ഇവിടെ പരിശോധന നടത്തിയ ജിയോളജി വകുപ്പ് 3 ദിവസത്തിനകം വിശദീകരണം ആവശ്യപ്പെട്ട് കരാർ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കരാർ കമ്പനിയായ മേഘയ്ക്ക് സ്റ്റോക്ക് യാർഡിനായി അനുവദിച്ച സ്ഥലത്തിന്റെ മറവിലാണ് അനധികൃത മണ്ണെടുപ്പ് നടത്തിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട കോന്നി ഡിവൈഎസ്പി രാജപ്പൻ ടി, SHO ശ്രീജിത്ത് P എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 2024 അഭിഭാഷകൻ നൌഷാദിനെ പ്രതിയാക്കി കേസെടുത്തത്. തുടർന്ന് പ്രതികളെ സഹായിക്കുന്ന തരത്തിലാണ് പോലീസ് അന്വേഷണമെന്ന് സർക്കാർ തലത്തിൽ പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത്. കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ള. 58 കിലോ വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വർണം കവർച്ച ചെയ്തു. കർണാടകയിലെ വിജയപുര ജില്ലയിലെ മനാഗുളിയിലെ കാനറ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണിത്. കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം നടന്നത്. മെയ് 25-ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ജീവനക്കാർ ഷട്ടറുകൾ മുറിച്ചു മാറ്റിയതായി കണ്ടു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം നടക്കുകയാണ്. അടുത്തിടെയാണ് ബിദറിൽ അക്രമികൾ 2 സുരക്ഷാ ജീവനക്കാരെ കൊലപ്പെടുത്തി ATMിലേക്കുള്ള പണം കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് 93 ലക്ഷം രൂപ കൊള്ളയടിച്ചത്. ഭാഷാവിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് കർണാടക ഹൈക്കോടതിയിൽ നടൻ കമൽഹാസൻ. പരാമർശങ്ങൾ ദുരുദ്ദേശത്തോടെയല്ലെന്നും കോടതിയിൽ നടൻ ആവർത്തിച്ചു. നേരത്തെ കമൽഹാസൻ മാപ്പ് പറയണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയതെന്നും ഖേദപ്രകടനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന കമൽഹാസന്റെ പരാമർശത്തെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു. എന്തടിസ്ഥാനത്തിലായിരുന്നു പ്രസ്താവനയെന്ന് കമൽഹാസനോട് ചോദിച്ച കോടതി, നിങ്ങൾ ചരിത്രകാരനോ ഭാഷാ പണ്ഡിതനോ ആണോ എന്നും ആരാഞ്ഞു. തന്റെ ചിത്രമായ തഗ് ലൈഫിന്റെ പ്രദർശനം കർണാടകയിൽ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ കമൽഹാസൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശങ്ങൾ. ഓൺലൈൻ ഗെയിം കമ്പനികൾക്ക് തിരിച്ചടി. തമിഴ്നാട് സർക്കാർ ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ പാതിരാ നിയന്ത്രണം മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. ഓൺലൈൻ കളികൾ മാത്രം രാത്രി നിരോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു കമ്പനികളുടെ വാദം. പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമുകളിൽപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിച്ചതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത്. ഗെയിമുകളെ നിയന്ത്രിക്കുന്ന ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചത് വിവാദമായിരുന്നു. നിയന്ത്രണത്തിനെതിരെ ഗെയിമിംഗ് കമ്പനികളും ഗെയിമർമാരും നൽകിയ ഹർജി ജസ്റ്റിസ് SM സുബ്രഹ്മണ്യം, ജസ്റ്റിസ് K രാജശേഖർ എന്നിവരുടെ ബെഞ്ചാണ് തള്ളിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് നിയന്ത്രണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. രാത്രി 12-നും പുലർച്ചെ 5-നും ഇടയിൽ ലോഗിൻ പാടില്ലെന്നും KYC നിർബന്ധമാക്കിയതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഗെയിമുകളിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷൻ ആവശ്യമാണ്. പൊതുജനാരോഗ്യം സർക്കാരിന് കണക്കിലെടുക്കാമെന്നും കോടതി നിരീക്ഷിച്ചു.
ഓൺലൈൻ കളികൾ മാത്രം രാത്രി നിരോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു കമ്പനികളുടെ വാദം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സ്വന്തം ജീവിതത്തിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സർക്കാർ വളർത്തച്ഛൻ ആകരുതെന്നുമായിരുന്നു കമ്പനികളുടെ വാദം. ന്യൂസ് ഡെസ്ക് അമൃത TV. വ്യാജമാല മോഷണ കേസിൽ ഇരയാക്കപ്പെട്ട ബിന്ദുവിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂർ ക്രൂരപീഡനങ്ങൾക്കാണ് ഇരയായതെന്ന് ബിന്ദു ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സത്യം ജയിക്കുമെന്ന് ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പേരൂർക്കട പോലീസിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകളാണ് ബിന്ദു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് വിവരിച്ചത്. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KA വിദ്യാധരനാണ് ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പരാതിയിലുള്ള SI GS പ്രസാദ്, ASI പ്രസന്നൻ എന്നിവർക്കെതിരെ ബിന്ദു മൊഴി നൽകി. നിലവിൽ ഇവർ സസ്പെൻഷനിലാണ്. നടപടി ഉണ്ടാവണം. ഈ അഡ്വക്കേറ്റ് വന്നതിന് ശേഷം എന്റെ കാര്യം ഞാൻ ഏപ്രിൽ 23-നാണ് കവടിയാറിലെ ഓമന ഡാനിയലിന്റെ വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിനെ വീട്ടുടമസ്ഥയുടെ താലിമാല മോഷ്ടിച്ചെന്ന പരാതിയിൽ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ചട്ടം ലംഘിച്ച് രാത്രിയിൽ അവരെ തെളിവെടുപ്പിന് വീട്ടിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ മാല തിരികെ കിട്ടിയിട്ടും ഈ വിവരം ബിന്ദുവിനോട് പറയാതെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. സംഭവത്തിൽ ഗുരുതര പിഴവുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം ഏറ്റെടുത്തത്. ജൂലൈ 7-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ആസക്തിക്കെതിരെ കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ബോധവൽക്കരണ പരിപാടി നടന്നു. അവയർനെസ് ടു ആക്ഷൻ ഫൈറ്റിംഗ് ദി മെനസ് ഓഫ് അഡിക്ഷൻ എന്ന ഏകദിന ബോധവൽക്കരണ പരിപാടി കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. ലഹരിയുടെ ആസക്തി സമൂഹത്തിലുണ്ടാക്കുന്ന അതിക്രമങ്ങളെയും അപകടങ്ങളെയും കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പുതുതലമുറയിൽ ലഹരിയുടെ വ്യാപനം വലിയ രീതിയിൽ നടക്കുമ്പോൾ അതിനെതിരെ നാം ഓരോരുത്തരും പോരാളികളായി മാറണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത DIG അജിത ബീഗം IPS പറഞ്ഞു. Monthly meetings about the security of the when I talk about security, it's not just about having anti-narcotic clubs or anti-drug clubs in place, but even when it comes to ragging, even when it comes to other incidents of gender-based violence, all these things have to be discussed within the institution, and you have to have legal knowledge about what is the flip side when you get into such kind of trouble. So അധിനിവേശ ശക്തികൾ ലഹരി വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാജ്യത്തിന്റെയും ഒപ്പം വ്യക്തിയുടെയും തകർച്ചയാണ് അതിലൂടെ സംഭവിക്കുന്നതെന്ന് അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ ഓർമ്മിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ കേരള പോലീസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഏകദിന ബോധവൽക്കരണ പരിപാടിയിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ IPS, കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന IPS എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, സ്റ്റുഡൻറ് അഫയേഴ്സ് ചെയർമാൻ പ്രൊഫസർ ARG മേനോൻ എന്നിവർ പങ്കെടുത്തു. ബോധവൽക്കരണ സെക്ഷനിൽ മുഖ്യാതിഥികൾ ക്ലാസുകൾ എടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുമായി സംവാദ പരിപാടിയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ പരാതിയുമായി ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശക്കാരാക്കി പ്രസ്താവന നൽകി എന്നാണ് പരാതി. പ്രസ്താവനയിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എറണാകുളം സബ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. 2 മാസം മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ സാന്ദ്ര തോമസ് സംസാരിച്ചതാണ് മാനനഷ്ട കേസിന് ആധാരം. പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തിക ഇനി മലയാള സിനിമയിൽ ആവശ്യമില്ല എന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാമർശം. കോഴിക്കോട് ലോഡ്ജ് കേന്ദ്രീകരിച്ച സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അസം വിശ്വനാഥ് സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ മുഖ്യപ്രതി ഉൾപ്പെടെ 3 അസം സ്വദേശികൾ പിടിയിലായി. അസം സ്വദേശിയായ 17-കാരിയെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ചേരിയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അസം സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയെ കോഴിക്കോട് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P. ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. മനുഷ്യക്കടത്ത്, പോക്സോ, ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഫുർഖാൻ അലി, സഹായിയായ അക്ലിമ ഖാത്തൂൻ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു.
സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ 15,000 രൂപ ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മുഖ്യപ്രതിയായ ഫുർഖാൻ അലി കോഴിക്കോട് എത്തിക്കുകയായിരുന്നു. ശേഷം പെൺകുട്ടിയെ 2 ഇടങ്ങളിലായി പാർപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. സാധാരണയായി പെൺകുട്ടിയെ അകത്ത് പൂട്ടിയിട്ടാണ് പ്രതികൾ ജോലിക്ക് പോയിരുന്നത്. എന്നാൽ ഒരു ദിവസം പുറത്തുനിന്ന് പൂട്ടാതെ ഫുർഖാൻ അലി മുകളിൽ പോയി ഫോൺ വിളിക്കുന്നതിനിടെ പെൺകുട്ടി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. റഖീബുദ്ദീൻ അൻസാരിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കി. അതേസമയം കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ച കേസിൽ സഹപാഠി പിടിയിലായി. സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇൻഫോ പാർക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് നടപടി. സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും അത് നീക്കം ചെയ്യാൻ കൂടുതൽ ചിത്രങ്ങൾ വേണമെന്നും പറഞ്ഞാണ് ചിത്രങ്ങൾ വാങ്ങിയതെന്ന് പരാതിയിൽ പറയുന്നു. ഈ ചിത്രങ്ങളാണ് സഹപാഠിയായ ആൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. കസ്റ്റഡിയിലായ കുട്ടിയെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിന് പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ അതിഥിയായെത്തിയ സംഭവം വിവാദത്തിൽ. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മുകേഷ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ വ്ലോഗർ മുകേഷ് എം നായർ പങ്കെടുത്തുന്ന വാർത്ത വരുന്നത്. സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സംഘടനയായ JCI ഭാരവാഹികളുടെ ക്ഷണപ്രകാരമാണ് മുകേഷ് എത്തിയതെന്ന് പ്രധാനാധ്യാപകനായ പ്രദീപ് വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷമായിട്ട് പഠനോപകരണങ്ങളൊക്കെ നൽകുന്നത് JCI ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം റോയൽ സിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. 3 വർഷമായിട്ട് അവരാണ് ഞങ്ങളെ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷവും ഏകദേശം 100 അടുപ്പിച്ച് കുട്ടികൾക്ക് അവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം തീരാറായപ്പോഴാണ് ഈ പറയുന്ന മുകേഷ് എം നായർ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരും സൈഡ് അതിൽ കൂടെയാണ് വന്നത്. അപ്പോൾ വന്ന് ഇരുന്നപ്പോഴാണ് അറിയുന്നത് JCI ഭാരവാഹികളാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു വന്ന് അറിയുന്നത്. വ്ലോഗർ മുകേഷ് എത്തുന്ന കാര്യം സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നില്ലെന്നും പരിപാടി പുരോഗമിക്കുന്ന സമയത്താണ് മുകേഷ് വന്നതെന്നും ഹെഡ്മാസ്റ്റർ വ്യക്തമാക്കി. തങ്ങൾ ഉദ്ഘാടകയായി ക്ഷണിച്ചത് ഫോർട്ട് വാർഡ് കൗൺസിലറെ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഞങ്ങൾ ഉദ്ഘാടകനായിട്ട് ഇവിടെ ക്ഷണിച്ചത് ഫോർട്ട് വാർഡ് കൗൺസിലർ ജാനകി അമ്മൾ മാഡത്തിന് മാത്രമാണ്. വ്ലോഗർ മുകേഷിന്റെ പേരിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസ് നിലവിലുണ്ട്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് റീൽസ് ചിത്രീകരണത്തിനിടെയായിരുന്നു അതിക്രമം. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പോക്സോ കോടതിയിൽ നിന്ന് ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു. പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കർശന നിലപാടുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമ്പോഴാണ് പോക്സോ കേസിലെ പ്രതി സ്കൂൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കന് ജീവപര്യന്തം തടവും 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും വിധിച്ചു. 1,00,000 രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധിയുണ്ട്. 55 വയസ്സുള്ള സന്തോഷാണ് പ്രതി. കുന്നംകുളം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2024 ജൂലൈ മാസം 21-ാം തീയതി മങ്ങാട് കോട്ടിയാട്ടുമുക്ക് അമ്പലത്തിൽ നിന്നും കുട്ടിയെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നു. ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതി ഉൾപ്പെടെയുള്ള CSR പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം 150 കോടി രൂപ ചിലവഴിക്കുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ്. ഡൽഹിയിൽ വേൾഡ് ഹങ്കർ ഡേയിൽ മലബാർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച CSR ദിനാചരണത്തിൽ ചെയർമാൻ MP അഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിന് മലബാർ ഗ്രൂപ്പ് ആരംഭിച്ചതാണ് ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതി. ഇതിലൂടെ ഒരു വർഷത്തിനകം 2.5 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യും. സുതാര്യമായ വ്യവസായവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തവുമാണ് മലബാർ ഗ്രൂപ്പിനെ എന്നും ഒന്നാമതാക്കുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നിതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് പറഞ്ഞു. IPL-ൽ ഇന്ന് കലാശ പോരാട്ടം. 18-ാം സീസണിലെ ചാമ്പ്യന്മാർ ആരാണെന്ന് ഇന്നറിയാൻ മണിക്കൂറുകൾ മാത്രം.
കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും പഞ്ചാബ് കിങ്സും അഹമ്മദാബാദിൽ 7:30 മുതൽ ഏറ്റുമുട്ടും. ഇപ്പോൾ IPLന്റെ സമാപന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണ് ഇന്ന് പര്യവസാനമാവുകയാണ്. സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച ഇരു ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാകും കപ്പുയർത്തുക എന്ന് കണ്ടറിയുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. 14 മത്സരങ്ങളിൽ 9 എണ്ണം വീതം ഇരു ടീമുകളും ജയിച്ചിരുന്നു. റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് 1-ാം സ്ഥാനത്തും RCB 2-ാം സ്ഥാനത്തുമാണ്. 1-ാം ക്വാളിഫയർ ബൌളർമാരുടെ കരുത്തിൽ പഞ്ചാബിനെ 8 വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കടന്നത്. മുംബൈയെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത്. 2016 ശേഷം IPL ഫൈനലിലെത്താൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് IPL ഫൈനലിലേക്ക് അവസാനമായി എത്തിയത് 2014 IPL ചരിത്രത്തിലെ RCB പഞ്ചാബ് വിജയക്കണക്കെടുത്താൽ പഞ്ചാബും RCBയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇരുവരും നേർക്കുനേർ വന്ന 36 മത്സരങ്ങളിൽ 18 എണ്ണത്തിൽ പഞ്ചാബും RCBയും ജയിച്ചിരുന്നു. IPLന്റെ 1-ാം സീസൺ മുതൽ വലിയ പ്രതീക്ഷ നെഞ്ചേറ്റിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പലതവണ ഫൈനലിലെത്തിയിട്ടുണ്ടെങ്കിലും കിരീടം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ്. ഇക്കുറി അത് മാറ്റിയെടുക്കാനാണ് രജത് പാട്ടീദാറും സംഘവും തയ്യാറെടുത്ത് നിൽക്കുന്നത്. ടീമിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർ വിരാട് കോഹ്ലി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി IPLൽ മിന്നും പ്രകടനവുമായി ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ കിരീടമില്ലാത്തതിന്റെ ക്ഷീണം തീർക്കണം. അതിനാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.